ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് 3 ടൈപ്പിലുള്ള സ്വീറ്റ് ഹാർട്ട് നെക്കിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. കറക്റ്റ് മെഷർമെൻറ്റും എല്ലാം അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മെഷർമെൻറ്റിൽ കട്ട് ചെയ്യാൻ അറിയില്ലെങ്കിൽ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കി 2 എണ്ണം ഷോർട്ടായിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ഫോളോ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. വെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു നെക്കാണിത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ സ്വീറ്റ് ഹാർട്ട് നെക്ക് തയ്ക്കുമ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്താൽ ഒരു പ്രോബ്ലം ഇല്ലാതെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടു നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇതെങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കണ്ടിട്ട് വരാം. നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ക്യാൻവാസ് ഓൾറെഡി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ലെങ്ത്ത് എടുത്തിരിക്കുന്നത് 9 ഇഞ്ചും വിഡ്ത്ത് എടുത്തിരിക്കുന്നത് 4.25 ഇഞ്ചുമാണ്. ബാക്കി നമുക്ക് കട്ട് ചെയ്ത് കളയാം. നമ്മുടെ ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് ഇപ്പോൾ വീതി എടുക്കുന്നത് 3 ഇഞ്ചാണ്. നിങ്ങൾ എത്രയാണോ എടുക്കാറ് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതിവിടെ കട്ട് ചെയ്ത് ഒപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ലൈൻ വരച്ചിട്ടുള്ളത്. ഇനി അവിടുന്ന് താഴേക്ക് ഞാനൊരു 6.25 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ആദ്യം ഏറ്റവും എളുപ്പത്തിൽ കട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്വീറ്റ് ഹാർട്ടാണ് കാണിക്കുന്നത്. ഒരു കാര്യം മറന്നുപോയി, നമ്മൾ മാർക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലെ സ്റ്റാപ്ലർ അടിച്ച് വെച്ച് കൊടുക്കുക. ഞാനിതിന് മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുള്ള നെക്കിൽ കാണിച്ചിട്ടുണ്ട് ഇത്. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ തീരെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവായിട്ട് മെഷർമെൻറ്റിൽ പ്രശ്നങ്ങളൊന്നും വരില്ല. ബിഗ്നേഴ്സിന് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മൾ വരച്ചിട്ടുള്ള 2 ലൈനും യോജിപ്പിച്ച് കൊടുക്കുക. ഇങ്ങനൊരു ബോക്സ് വരച്ചിട്ട് അതിനുള്ളിൽ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്താൽ മെഷർമെൻറ്റിന് വ്യത്യാസമൊന്നും വരില്ല. നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഏത് മോഡൽ ചെയ്യുമ്പോഴും ഇങ്ങനെ ബോക്സ് പോലെ വരച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഇങ്ങോട്ട് മേലേക്കൊരു 2.25 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2.25. ഈ 2.25 നിന്ന് ഈ ഒരു കോർണറിലേക്ക് സ്കെയിൽ ഉപയോഗിച്ചിട്ട് ചെരിച്ച് വരച്ചു കൊടുക്കുക. ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക്. എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഒരു ബ്രിഡ്ജ് പോലെ ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ അയൺ ചെയ്യാൻ എടുക്കുമ്പോഴൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവുമൊന്നുമില്ല. കറക്റ്റ് മെഷർമെൻറ്റ് തന്നെ കിട്ടും. ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നെക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഇപ്പുറത്ത് കട്ട് ചെയ്ത് കൊടുക്കുക. ഒരു 1 ഇഞ്ച് അല്ലെങ്കിൽ 1.25 ഇഞ്ചൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. മാർക്ക് ആദ്യം കട്ട് ചെയ്തെടുക്കുക. മാർക്ക് ചെയ്തിട്ട് ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഏറ്റവും സിമ്പിളായിട്ടുള്ള സ്വീറ്റ് ഹാർട്ട് നെക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നോക്കാം. അടുത്ത മോഡൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സെയിം മെഷർമെൻറ്റ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ലെങ്ത്ത് 6.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ച് കൊടുക്കുക. 3 ഇഞ്ച് വീതി. ഞാൻ എല്ലാത്തിനും 6.5 ഇഞ്ച് 6.25 ഇഞ്ച് ലെങ്ത്തും 3 ഇഞ്ച് വീതിയിലുമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ആദ്യത്തെ നെക്കിന് ചെയ്ത പോലെ തന്നെ ഒരു 2.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. 2.25 2.5 വരെയൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുക. സെൻറ്റർ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ടേപ്പ് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്താൽ മതി. എന്നിട്ട് ഇതിന് മുകളിലേക്ക് ഒരു 1/2 ഇഞ്ച്
മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് നമ്മൾ ഇതുപോലെ ആം ഹോൾ കർവ് വെച്ചിട്ട് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുക. ഇതിനിപ്പുറത്ത് ഒന്ന് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കാം, നമുക്കിത് കട്ട് ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിന്. എന്നിട്ട് ഈ ഭാഗം കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നെക്ക് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കയ്യിൽ പിടിച്ചിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ, ടേബിളിൽ തന്നെ വെച്ച് ചെയ്യണമെന്നില്ല. പിന്നെ നമ്മൾ ഓൾറെഡി സ്റ്റാപ്ലർ അടിച്ചിട്ടുണ്ട്, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവുന്ന പ്രശ്നങ്ങളൊന്നും വരില്ല. ഇപ്പോൾ നിങ്ങൾ ബിഗിനറാണ്, ഇത് തയ്ച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ന്യൂസ് പേപ്പറിൽ കട്ട് ചെയ്ത് പഠിച്ചാൽ മതി ആദ്യം, എന്നിട്ട് പിന്നെ ക്യാൻവാസിൽ കട്ട് ചെയ്താൽ മതി. ഒരുപാട് പ്രാവശ്യം ന്യൂസ് പേപ്പറിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ടും ഭയമൊന്നുമില്ലാതെ ചെയ്തെടുക്കാൻ പറ്റും. ഇതാണ് ഷേപ്പ്, എളുപ്പമല്ലേ കട്ട് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇതിനും 2.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത സ്വീറ്റ് ഹാർട്ടിൻ്റെ പോലെ തന്നെയാണ്. ഇതിൽ വേറൊരു വ്യത്യാസം കൂടെ വരുത്തി കൊടുക്കുന്നുണ്ട്. ഡീപ്പായിട്ടുള്ളൊരു സ്വീറ്റ് ഹാർട്ട് നെക്കാണ്. ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഒരു 1/2 ഇഞ്ച് മേലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലെയും സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 4.5 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അവിടെയും 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ ആം ഹോൾ കർവ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിന് ആം ഹോൾ കർവ്, ഫ്രഞ്ച് കർവ് എന്നൊക്കെ പറയും. ഇതുണ്ടായിക്കഴിഞ്ഞാൽ ആം ഹോളും അതുപോലെ തന്നെ പല രീതിയിലുള്ള നെക്ക് മോഡലുകളും നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ ഈ ഒരു സൈഡിലും ഇങ്ങനെ ഒന്ന് ഷേപ്പാക്കിയിട്ട് വരച്ചെടുക്കുക. അങ്ങനെ ഒരു കേവ് പോലെ വരണം. ഇവിടെ ഫ്രീ ഹാൻഡായിട്ട് നമ്മൾ വരച്ച് കൊടുക്കുമ്പോൾ ആ ഷേപ്പ് കിട്ടുന്നത് വരെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. എന്ത് നെക്ക് കട്ട് ചെയ്യുമ്പോഴും ഇതുപോലെ ബ്രിഡ്ജ് ഇട്ട് കൊടുക്കാൻ മറക്കരുത്. പുറത്തത്തെ സൈഡും കട്ട് ചെയ്തെടുക്കാം. ഈ സെയിം മോഡലിൽ തന്നെ ബോർഡർ നെക്കുകളും ചെയ്ത് കൊടുക്കുക. അപ്പോൾ നൈറ്റിക്കൊക്കെ പാച്ച് വർക്കൊക്കെ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കില്ലേ, അപ്പോൾ പുറത്തേക്കുള്ള ഭാഗം കറക്റ്റായിട്ട് നിങ്ങൾക്ക് എത്ര ഇഞ്ച് ബോർഡറായിട്ട് വെക്കണമെന്നുണ്ടോ അത് നോക്കിയിട്ട് മെഷർമെൻറ്റൊക്കെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ ഷേപ്പ്. അതാ ഈ 3 എണ്ണത്തിൻ്റെ കട്ടിങ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി ഇതിൽ ഒരെണ്ണത്തിൻ്റെ സ്റ്റിച്ചിങ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, കാരണം അല്ലെങ്കിൽ വീഡിയോ വല്ലാതെ ലെങ്തായി പോവും. ബാക്കി 2 എണ്ണത്തിൻ്റെ ഞാൻ ഷോർട്സ് ഇടാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ ഓൺ ആക്കി വെക്കുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഈ ഷേപ്പിലുള്ളതാണ് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത്. ഞാൻ ഓൾറെഡി ക്യാൻവാസ് ഒരു തുണിയിൽ അയൺ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ആദ്യം ഇതിൻ്റെ സൈഡെല്ലാം അടിച്ചു കൊടുക്കുക, എന്നിട്ട് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുക. അപ്പം നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാൻ ഇതിന് മുന്നേ ഒരുപാട് നെക്കുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഷോർട്സ് ആയിട്ടും അല്ലാതെയും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചാനലിലൊന്ന് കയറി നോക്കൂ. കോർണറുകൾ എത്തുമ്പോൾ ഇങ്ങനെ തുണി ചെരിച്ച് കൊടുക്കുക. നിങ്ങൾക്കിപ്പോൾ കറക്റ്റ് ഈ ഷേപ്പ് കിട്ടില്ല എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് പെൻസിൽ കൊണ്ട് ഒന്ന് വരച്ച് കൊടുത്താൽ മതി, എന്നിട്ട് അതിന് മുകളിലൂടെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കുക. ഇത് കോർണറിൽ മാത്രം കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് മറിച്ചെടുക്കാൻ പറ്റില്ല. ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് മറിച്ചിട്ടിട്ട് ഒന്ന് പതിച്ചടിച്ചു കൊടുക്കുക.
3 ടൈപ്പിലുള്ള സ്വീറ്റ് ഹാർട്ട് നെക്കും തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.